വിശേഷിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ് താഴേക്കെടുത്ത്. അപ്പം ചേട്ടൻ സിനിമയിൽ എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ച് വളരെ ഏർലിയാണ് അത് എങ്ങനെയായിരിക്കും എന്ന് പറയാം. അതിന് കറക്റ്റ് പ്രൊഡക്ഷൻ വന്നാലേ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. അതിനകത്ത് ഉണ്ടായിരുന്നൊരു പ്രൊഡക്ഷൻ അത് വർക്കായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അതിന് നിലനിൽപ്പുണ്ട്. അത് കൂടുതലും എൻ്റെ ശാഠ്യമാണ്. അപ്പോൾ ആ ശാഠ്യം ആ പടത്തിന് നല്ലതിനാണ് എനിക്ക് തോന്നുന്നു. ലാലേട്ടനും പറയുന്നത് അതാണ്, കറക്റ്റ് അത് വരട്ടെ ആസ് എ പ്രൊഡ്യൂസർ. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നാലേ ആ സിനിമ സംഭവിക്കുള്ളൂ. ഓടിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്, എനിക്ക് തൽക്കാലം വിട്ടുപോകാനുള്ള സിനിമകളുണ്ട്. ഒരു സൈഡിൽ കൂടെ ഞാനും പോകും. അപ്പൊ ഏറ്റവും നല്ല, ഏറ്റവും ഹാപ്പി ആവുന്ന, നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ആ ഹോൾ പ്രൊഡക്ഷൻ ഹാപ്പി ആവുന്ന ഒരു സ്പേസിൽ മാത്രമേ ആ സിനിമ സംഭവിക്കൂ. ഈ വർഷം ചിലപ്പോൾ നടക്കാം, അടുത്ത വർഷമായിരിക്കും. Let it happen at that time when everything is rosy and happy. ഇപ്പം നമ്മുടെ മീഡിയയിൽ ഉപഭോക്താക്കളുടെ ആങ്കറാണ്. മീഡിയ ലൈഫിലേക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, നമുക്കറിയാം. ഇപ്പൊ ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗും അവിടെ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഡിഫറെന്റ് ആണ്. ഒരു സെറ്റ് ലൈഫും വേറൊരു ഏറ്റവും ഡിഫറെന്റ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമാറ്റിക് ലൈഫ്? താങ്ക് യു. നല്ല ചോദ്യങ്ങൾ, നല്ല ഇന്റർവ്യൂ മേഖല തെളിഞ്ഞു എന്ന് പറഞ്ഞതിന്. നേരത്തെ ചോദ്യത്തിൽ ഉത്തരവുണ്ട്. ഞാൻ മുമ്പും പറയാനുള്ള കാര്യമാണ്, ഇന്റർവ്യൂ പറഞ്ഞ കാര്യം ചോദിക്കാനാണ് കുറെ കൂടി എളുപ്പം എന്നുള്ള കാര്യം. കാരണം നമുക്ക് ഇതെങ്ങനെ പോകണം, ഇതെങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കുറച്ചൊരു ധാരണ ഉണ്ടാവും. ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതും ആ മറുപടികളിൽ നിന്ന് എങ്ങനെയാണ് സബ് ക്വസ്റ്റ്യൻസ് പോകേണ്ടതെന്നുള്ളതും നമുക്കൊരു ധാരണ ഉണ്ടാവും. ഉത്തരങ്ങൾ പറയുന്നവർക്ക് പറ്റില്ല എന്നുള്ളത്. കാരണം ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം പോകണം എന്നുള്ളത്, ഇതെങ്ങനെ വേണമെങ്കിലും മാറിപ്പോകണം, പരിശീലിക്കാം എന്നുള്ളതും കുറേ എളുപ്പം അവിടെ ഇരിക്കാനാണ് എന്നുള്ളത് ഇവിടെ ഇതുകൊണ്ട് പറയട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു ഗുണം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മറ്റു നമ്മൾ ചോദിക്കാൻ സിനിമയെ കുറിച്ചാണെങ്കിലും ആ സിനിമയുടെ കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഏറ്റവും ഒരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലുണ്ടാവും എന്തിനാണ് ഉത്തരം കിട്ടാനുള്ളത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇത് പോയിരുന്നതെന്നുള്ളതിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ എന്നോട് നേരത്തെ സൂചിപ്പിച്ചാൽ അതാണ് യാഥാർത്ഥ്യം. ഈ സിനിമയുടെ അകത്ത് നിൽക്കുമ്പോഴാണ് എങ്ങനെയായിരുന്നു ഇവർക്ക് മുൻപ് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എത്രത്തോളം അതിന് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ പ്രയാസം ഒരു സിനിമയിലുടനീളമുണ്ട്, ലൊക്കേഷനിലുടനീളമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ പ്രയാസത്തെ ഇല്ലാതെ ആക്കുന്നത് സീനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും ചോദിക്കും എങ്ങനെയാണ് ഇവരൊപ്പം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്നുള്ളത്. ബുദ്ധിമുട്ട് നേരെ അവർക്കാണ്. കാരണം ഒരു അത്രയും വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ ആക്കിയെടുക്കുന്നത് വർഷങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഇന്ന് കയറി വരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുണ്ടാവും നമുക്കല്ല, അവർക്കാണ്. കാരണം അവർ പോകുന്ന റൂട്ടിലേക്ക് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് വരണം. നമുക്ക് അവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ അത് കുറച്ചുകൂടി ആ പ്രയാസത്തെ കുറച്ചുകൂടി അനായാസമാക്കുന്നത് അവർക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മളെ സഹകരിക്കുന്നതോടുകൂടി തന്നെയാണ്. ഇപ്പോൾ ഇപ്പം നേരത്തെ ഷേണായി തുടക്കത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു ആദ്യത്തെ സീൻ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോഴും പറയാറുണ്ട് നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യമേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ സിനിമയിൽ വരുമ്പോൾ ലൊക്കേഷനിൽ ആദ്യം തന്നെ വഹിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ട കൂടിയായിരുന്നു തുടക്കത്തിൽ സീൻസ് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂവിലാണെങ്കിലും നമ്മൾ ചോദിച്ചു കേട്ടുള്ളതാണ്, സീനിയർ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ 1-2 നമ്പറുകൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പെട്ടെന്നുള്ള രീതിയിലേക്ക് ഇത് ആക്ച്വലി വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ്. ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഒരു സീൻ തുടങ്ങുന്നതിന് മുമ്പും അവർ ടേക്കിന് ശേഷം അതിനോട് വന്ന് പറയുകയാണ് ചെയ്യുന്നത്, ഈ പറയുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നമ്മുടെ പ്രൊഫൈലിൽ ആണെങ്കിലും ഓക്കെ. അപ്പോൾ അവിടെ ഒട്ടും പരിചയമില്ലാത്ത ഒരു പുതുമുഖത്തിനൊപ്പം ചെയ്യുന്നതിന്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊരു സൈഡിലുണ്ട്. അതും അതിനപ്പുറത്തേക്ക് മറിച്ച് വെച്ചുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ബെറ്ററാക്കാനൊപ്പം നിർത്താനാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇപ്പോൾ ഒരു സിനിമ 13-ാം തീയതി എത്തുന്നു, നമുക്ക് മുണ്ടൊരു വെള്ളിയാഴ്ച ഇത് നമ്മൾ പറഞ്ഞ് ശീലിച്ചു കൊടുക്കുന്നത്. അതേ ഫെബ്രുവരി 13 വെള്ളിയാഴ്ച സിനിമ എത്തുമ്പോൾ ആ സിനിമ റിലീസ് ആവുന്നതിനേക്കാൾ മുമ്പ് കിട്ടുന്ന വലിയൊരു ആത്മസംതൃപ്തി ഉണ്ട്. അത് ഈ സമയങ്ങളോട് പോയപ്പോഴായിരുന്നു. അത് പറയാതെ വയ്ക്കാൻ അത് വല്ലാതെ അനുഭവിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്.